ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിതാ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ താരങ്ങും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 380 ഇറ്റാച്ച് ഇതാ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. പണിയൊന്നും തുടങ്ങാറായിട്ടില്ല. നമ്മുടെ താരങ്ങിൻ്റെ പ്ലാന്റ് മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ GSBയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങത്തേ ഉള്ളൂ. ഇവിടെയൊക്കെ സാധനമുണ്ട്. ദൂരെയായിട്ട് നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അതിപ്പോൾ താറിൻ്റെ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. നമ്മുടെ പ്ലാന്റിലുള്ള വാഴകളൊക്കെ ഇതാ ഇത്രത്തോളമായി വലുതായി കേട്ടോ. നമ്മൾ കുറേ കൊണ്ട് വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഷട്ടിൽ കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇവിടുന്ന് ഷട്ടിലൊക്കെ കളിക്കാറുണ്ട്. നമ്മുടെ മൊത്തം ഇതിലൊക്കെ മിക്സൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, താറിൻ്റെ മിക്സ്. നമ്മുടെ ഇപ്പോൾ താറിൻ്റെ വർക്കിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊടിവാറുന്ന ഏരിയകളിലൊക്കെ മൊത്തം നമ്മുടെ വെള്ളം വണ്ടി പോയിട്ട് ഇങ്ങനെ നനച്ച് മൊത്തം പൊടിയും അകറ്റുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു പൊടിയും കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ നനച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയൽസും മൊത്തത്തിൽ അങ്ങനെ നനക്കും. നമ്മുടെ വെയിൽ ലോഡറൊക്കെ ഇതാ ബിന്നിലോട്ട് സാധനം ഇടാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ JC ഇവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് പൊടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വെള്ളം വണ്ടി മൊത്തത്തിൽ പൊടിയൊക്കെ ഇതാ നനച്ച് റെഡിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ രാവിലെ തന്നെ ലോഡ് കെട്ടാൻ വേണ്ടി വണ്ടിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പുലർച്ചെ തുടങ്ങിയ പണിയാണ്. എത്ര ടൈമായി എന്നറിയില്ല. അപ്പോൾ ഇതാ ലോഡൊക്കെ തട്ടി തുടങ്ങി. ഈ സൈഡിലായിട്ട് ലോഡിങ് ഒക്കെ തുടങ്ങുന്നുണ്ട്. മിക്സും വണ്ടി ഇവിടെ താറിങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്ലാന്റിലുണ്ടായ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഒരുപാടുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും പഴുത്തിട്ടില്ല. ഒരുപാടുണ്ട്. മുകളിലോട്ടൊക്കെ ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ GSP WM സ്റ്റോക്ക്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ താരങ്ങൊക്കെ ജസ്റ്റ് സ്റ്റോപ്പായിട്ടുണ്ട്. കാരണം ഇവിടുന്ന് ഇപ്പോൾ രാവിലെ ഒരുപാട് വണ്ടി പോയി മിക്സും കൊണ്ട്. ഇനി അതൊക്കെ തിരിച്ചു വരണം. രണ്ടാമത് വീണ്ടും സ്റ്റാർട്ടാവും. ഇപ്പം ടോട്ടലി ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്യൂരിറ്റി കേബിളാണ്. നമ്മളെ കേബിളിൻ്റെ സാധനം വെച്ച് ഉണ്ടാക്കിയാണ് കേട്ടോ. കേബിൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന ആ സംഭവം വെച്ചിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി കേബിൾ ഉണ്ടാക്കിയത്. ഉള്ളിലൊക്കെ നല്ല സെറ്റപ്പാണ്. ഏതൊക്കെ സൈഡിലോട്ട് നീക്കുകയൊക്കെ ചെയ്യാം. ഒരു കസേരയും അതുപോലെ തന്നെ ഇതാ മൊത്തം സെറ്റപ്പാണ്. സ്വിച്ച് ബോർഡോ ഫാനൊക്കെ ഉണ്ട്. മൊത്തം പൂക്കളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമൃദ്ധമായി കിടക്കുകയാണ് നമ്മുടെ പ്ലാന്റ്. ദൂരത നല്ല വാഴയൊക്കെ നല്ല കൊലച്ച് നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്. നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഗ്രിബ് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ കാണുന്ന വലിയ സാധനം നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ പാർട്സുകളാണ്. അത് ഇവിടുന്ന് ഇങ്ങനെ ഓരോ പീസ് ഉണ്ടാക്കിയിട്ട് സൈറ്റിൽ കൊണ്ടുപോയിട്ട് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോറികളൊന്നും എത്തിയിട്ടില്ല. സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ സമയം കഴിഞ്ഞിട്ട് ഇനി വണ്ടിയൊക്കെ തിരിച്ചെത്തുള്ളൂ. പ്ലാന്റൊക്കെ ഇവിടെ ഇപ്പോൾ ശാന്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ താറിങ്ങിൻ്റെ ലോറിയൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മുടെ പ്ലാന്റ് സ്റ്റാർട്ടാവും. ഇപ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. നമുക്ക് മുകളിലുള്ള കുറച്ച് സാധനങ്ങൾ താഴെ തള്ളിയിട്ട് റെഡിയാക്കി കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ വണ്ടി വന്നാൽ ലോഡാക്കേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ലോഡും കൊണ്ട് ഒരുപാട് വണ്ടി ഇങ്ങനെ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇത് അടുത്ത ടിപ്പർ ഇതവിടെ വന്നു. മൊത്തം പണി അങ്ങ് സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ നമ്മുടെ
വണ്ടിയിലോട്ട് കയറുകയാണ്. ഇതാ ഒരുപാട് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിലോട്ട് കയറി പോകാൻ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫേസിൻ്റെ ഹൈറ്റിലാണ് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഇതിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താക്കോല്, കേറ്റിൻ്റെ ഒരു കീ ആണ്. ഇത് ഇടേണ്ടതാ ഇവിടെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ സെറ്റായി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദൂരക്കാണെന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മളിതാ GSBൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കാരി പോവാണ് കേട്ടോ. വെയിലൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങി. നമ്മുടെ ഇറ്റാച്ച് ഇതാ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇതാ തള്ളി സൈഡിലോട്ട് മാറ്റുകയാണ്. ഇനി ഇവിടെയൊക്കെ വണ്ടി വന്ന് ലോഡ് കെട്ടാനുണ്ട്. അതിനുള്ള സൗകര്യം ആക്കി കൊടുക്കണം. അപ്പൊ ലോഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളതിങ്ങനെ തട്ടാനുള്ള സ്ഥലം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ച് ഇവിടെ കയ്യും പൊക്കി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വന്നാൽ ആ ഇറ്റാച്ച് വെച്ചിട്ട് ലോഡായി കൊടുക്കണം. അതൊരു ലോഡ് ഇവിടെ തട്ടിക്കഴിഞ്ഞു. ലോഡും കൊണ്ട് ഇതാ നല്ല പൊടിയൊക്കെ പാറ്റി നമ്മുടെ ടിപ്പർ വരുന്നുണ്ട്. ഇപ്പോൾ കാറ്റൊക്കെ കാര്യം ഇവിടെ തട്ടണം. ഒരുപാട് വണ്ടി ഇങ്ങനെ ഡെയിലി വരും കേട്ടോ. ലോഡും കൊണ്ട് വന്ന വണ്ടി അവിടെ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇറ്റാച്ച് ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ അടിച്ച് നമ്മുടെ WM മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം നനച്ച് ഇനിയിപ്പോൾ കുഴച്ചൊരു അവില് കുഴച്ച രൂപത്തിലാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ഇറ്റാച്ച് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വെള്ളം വണ്ടി ഇതാ മുകളിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ നമ്മുടെ ടിപ്പർ ഇവിടെ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പണി തുടങ്ങി കേട്ടോ. ഇതാ മിക്സ് ആക്കിയിട്ട് ഹോട്ട് മിക്സും കൊണ്ട് ഇതാ നമ്മുടെ ടിപ്പറുകൾ ഇതാ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ ലോഡർ JCB ഒക്കെ ഇതാ ബിന്നിലോട്ട് ഇങ്ങനെ ലോഡാക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇറ്റാച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇതാ WM ഇങ്ങനെ കുഴച്ച് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തം കുഴച്ച് മിക്സ് ആക്കി ഇനിയിപ്പോൾ സൈഡിലോട്ട് ഇവിടുന്ന് വണ്ടി വന്ന് ഇങ്ങനെ ലോഡാക്കി പോവും. അപ്പോൾ കാര്യം നമ്മുടെ WM കാറ്റാൻ വേണ്ടിയിട്ട് ഇതാ ടിപ്പർ വന്നിട്ടുണ്ട്. നമ്മുടെ ടിപ്പറിലോട്ട് ഇതാ ഇറ്റാച്ച് ചെയ്താ മിക്സ് ആക്കിയ സാധനം ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 10 വീല് ടിപ്പറാണ്. അപ്പോൾ ആ ഇറ്റാച്ചിയുടെ സൈസും ഈ ടിപ്പറിൻ്റെ സൈസൊക്കെ നോക്കിയാൽ നല്ല വലിയ വണ്ടിയാണ് കേട്ടോ ഇറ്റാച്ചി. ഇത് കൊബാൽക്കോൻ്റെ 380 XD LC എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഏതാ കോരി ഇടുന്നത് കാണാൻ ചെറിയൊരു കൈയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേങ്കിൽ വലിയ ബക്കറ്റാണ് കേട്ടോ അതിൻ്റെ. നമുക്കൊക്കെ കാര്യം അതിലിരിക്കുക, അത്രയും വലിയ ബക്കറ്റാണ്. അപ്പോൾ ഇതാ സൈഡിലായിട്ട് നമ്മുടെ അച്ചു വെള്ളം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റാച്ചി അതേപോലെ തന്നെ കുഴച്ച് നല്ല അവില് പരുവത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം വെയിലും കാര്യങ്ങളൊക്കെ തന്നെ വന്നു. അടുത്ത ടിപ്പറും ഇതുപോലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ WM ലോഡാക്കാൻ വേണ്ടിയിട്ട് വരുന്ന വരുത്താണ്. ഈ വണ്ടി ലോഡാക്കിയിട്ട് ശേഷം വേണം ഈ വണ്ടി ലോഡാക്കാൻ. അതേപോലെ അവിടെയായിട്ട് നമ്മളെ പ്ലാന്റിൻ്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാന്റിൻ്റെ അല്ല, താറിങ്ങിൻ്റെ പണി. താറിങ്ങനെ ഓട്ടോമിക്സ് ഇങ്ങനെ മിക്സാക്കി ഇടുന്നുണ്ട്. നമ്മുടെ അടുത്ത വണ്ടി ഇത് അവിടെ വന്നു.
ഇപ്പൊ 2 വണ്ടി വന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇത് ലോഡ് ചെയ്ത് കഴിയാറായി. ഈ 2 വണ്ടിയും കൂടി ലോഡ് ചെയ്യണം. ഇതൊക്കെ 10 വീല് ടിപ്പറാണ് കേട്ടോ. ഇപ്പൊ ഇതാ ലോഡും കൊണ്ട് അടുത്ത വണ്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ താർ പ്ലാന്റിലേക്ക് പോകുന്ന ലോഡാണ് കേട്ടോ. ദൂരമായിട്ട് ഇതാ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫുഡും കൊണ്ട് വന്ന വണ്ടിയാണ് കേട്ടോ. മെസ്സിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് വന്ന വണ്ടിയാണ്. അപ്പം നമ്മുടെ 10:30ക്കുള്ള 10:30 ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പം നമ്മുടെ ഈ വണ്ടി ലോഡായിട്ടുണ്ട്. അപ്പം അത് ലോഡായി ഇവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത വണ്ടി ലോഡാക്കണം. ഫുൾ ലോഡാണ് കേട്ടോ. അടുത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് ലോഡാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ അടുത്ത വണ്ടി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ പ്ലാന്റിലേക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഇതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ GSB കൊണ്ട് ക്രഷറിൽ നിന്ന് വരുന്ന വണ്ടിയാണിത്. ഇത് നല്ല അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയറ്റം നല്ലൊരു കയറ്റാണ്. അപ്പോൾ ഇത് ഒരുപാട് വണ്ടിയൊക്കെ നമുക്കിങ്ങനെ തള്ളി ഇതിന് വേണ്ടി തട്ടാൻ വേണ്ട സ്ഥലം ഇങ്ങനെ ആയി കൊടുക്കണം. അപ്പോൾ ഇതാ വണ്ടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി ഇവിടുന്ന് തിരിച്ച് സൈഡ് തട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടിപ്പർ ഇതാ ഇവിടെ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം തമ്പത്തോട്ട് കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ ലോഡ് തട്ടി കൂട്ടുകയാണ് കേട്ടോ. നമ്മൾ തള്ളേണ്ട ആവശ്യമില്ല, മൊത്തം സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് വണ്ടി വന്നാൽ മാത്രമേ നമ്മൾ തള്ളേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമ്മുടെ ടോറസ് ഏതാണ്ട് ലോഡായി. അപ്പോൾ നമ്മുടെ താറിൻ്റെ മിക്സിങ് പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നല്ല ചൂടുള്ള മിക്സ് ഇതാ വണ്ടിയിലോട്ട് ഇങ്ങനെ വന്ന് മിക്സായി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോഡറും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ മെറ്റീരിയൽസ് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ JCB അവിടെ കിടപ്പുണ്ട്. ഗൈസ് നമ്മുടെ JCB ചെറുതായിട്ടൊന്ന് പണി മുടക്കി കേട്ടോ. ചെറിയ എന്തോ ഒരു ഇഷ്യൂ. അപ്പോൾ അതാ നമ്മളാണിപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഫ്യൂസ് അങ്ങാൻ പോയതാണ്. അപ്പോൾ അതൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ ലോഡാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേ ലോഡറും കൂടി ഉണ്ട് ലോഡായിക്കൊണ്ടിരിക്കുന്നത്. അപാര വെയിൽ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അവിടെ കുറച്ച് സാധനം ഉണ്ട്. അതൊന്ന് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു കാസർഗോഡിൻ്റെ ഒരു ഏരിയയിലാണ് ഉള്ളത്. വട്ടിപ്പടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടുത്തെ സ്ഥലമൊക്കെ നമുക്ക് മൊത്തം വരണ്ടുണങ്ങിയ ഒരു ഭൂപ്രകൃതിയാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ പ്ലാനിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കുറച്ചപ്പുറം തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മളെ പഴയ പ്ലാന്റ് എന്ന ഏരിയയാണ്. ഇവിടെയൊക്കെ മൊത്തം ഒഴിവാക്കി ബാക്കിയുള്ള കച്ചറയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇവിടെയൊക്കെ ലെവലാക്കി ക്ലിയർ ആക്കി വരുന്നുണ്ട്. നമ്മൾ ഈ താറ് കോറി വേസ്റ്റ് പോരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോറി ഇതാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഡ് ചെയ്യേണ്ട വണ്ടി ഇതാ കാടൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി എത്തി. ഇനി നമുക്ക് ലോഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ലോഡായി. അപ്പോൾ നമ്മുടെ വണ്ടി പോവാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു ലോഡ് മാത്രമേ ഇവിടുന്ന് കയറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഴയ സൈറ്റിലേക്ക് തന്നെ പോവാണ്. നമ്മളെ പ്ലാനിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ ലോഡറിൻ്റെ ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാ നല്ല മോട്ടർ അടിക്കും പോലെയാണ് ഡീസൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അണ്ടാവ് നിറയുന്നില്ലല്ലോ.
അത്യാവശ്യം നല്ലോണം എണ്ണച്ചെലവുള്ള വണ്ടിയാണ്. അതിനുള്ള പണി കൊടുക്കുന്നുണ്ട്. കപ്പൽ പോലത്തെ വണ്ടിയാണ്. ഡീസലിൻ്റെ വേറെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നല്ല വലിച്ചിട്ട് ഇതിലോട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ ടാങ്കാന്ന് തോന്നുന്നു. 200 ലിറ്റർ ഡീസലാണ് ഇപ്പം അടിച്ച് കയറ്റുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുള്ളത്. നമ്മുടെ ലോറികളൊന്നും എത്തിയിട്ടില്ല, എല്ലാം സൈഡിൽ വർക്കിലാണ്. അപ്പോൾ ഇതാ സൂര്യനൊക്കെ ഇതാ അസ്തമിക്കേണ്ട ഒരു ഇതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാർഡൊക്കെ ഇതാ ശാന്തമായി.